പണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ അയാൾ ഒരു ഹോട്ടലിലേക്ക് തൻ്റെ വാഹനം നിർത്തിയിട്ട് കയറാണ്. അപ്പം അദ്ദേഹം സാധാരണ ഹോട്ടലുകളിൽ കയറാറില്ല. മുറ്റത്തു കട്ട പതിച്ച, തൻ്റെ മഴ പെയ്താൽ പോലും തൻ്റെ വണ്ടിയിൽ ചളി തെറിക്കൂല എന്ന് ഉറപ്പുള്ള, നടക്കുമ്പോൾ ഇനി ചെരുപ്പിൽ പൊടിയായി അതിഞ്ഞ് വണ്ടിയിൽ കയറരുത് എന്ന് വിചാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഓടി വന്നു. എന്നിട്ട് സർ എന്ന് വിളിച്ചു, വാതിൽ തുറന്നു കൊടുത്തു. ഹോട്ടലിൻ്റെ ഡോറ് വരെ അദ്ദേഹത്തോടൊപ്പം നടന്നു. നടക്കുന്നതിൻ്റെ ഇടക്ക് വിശേഷം ചോദിക്കുന്നു, സർ പുതിയ വണ്ടി വാങ്ങിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഞാനൊരു പുതിയ വണ്ടി വാങ്ങി എന്നുള്ളത് ആളുകളൊക്കെ ശ്രദ്ധിച്ചു. ഞാനങ്ങനെ ദീർഘയാത്രക്കിടയിൽ ഇറങ്ങുന്ന ഒരു സ്ഥലമാണല്ലോ, ഇങ്ങോട്ടും അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടായി, ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനമുള്ള ആളാണ് എന്നൊക്കെയുള്ള അല്പം ഒരു മനസ്സിൽ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഹോട്ടലിലേക്ക് കയറുന്നത്. ഭക്ഷണം കഴിച്ചു പുറത്തിറങ്ങുന്നതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ വേറെയും ഹോട്ടലിലേക്ക് കയറി. അദ്ദേഹം കയറുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ വണ്ടിയേ ഉള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം വിലപിടിപ്പുള്ള ഒരു വാഹനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു അഭിമാനമൊക്കെ ഉണ്ടായിരുന്നത്. തിരിച്ചിറങ്ങി പുറത്തു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയേക്കാൾ കൂടുതൽ വിലയുള്ള വേറെയും 4-5 വണ്ടികൾ ആ ഹോട്ടലിന്റെ മുമ്പിൽ വന്ന് നിർത്തിയിട്ടുണ്ട്. കിശയിൽ നിന്ന് സാധാരണ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സംഖ്യ ടിപ്പെടുത്ത് ആ സെക്യൂരിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ആ ഇറങ്ങുന്ന സമയത്ത്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറിയപ്പോഴുള്ള അഭിമാനബോധമല്ല ഉണ്ടായത്. പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിനൊരു അധമബോധമാണ് ഉണ്ടായത്. ഞാനൊരു ചെറുതായവനാണ്, ഇവിടെ അത്രയൊന്നും വലിയ വണ്ടി വാങ്ങാൻ എനിക്ക് കഴിയാത്തവനാണ്, ഞാൻ എത്ര മോശക്കാരനാണ് എന്ന ചിന്തയിൽ പിന്നെ അദ്ദേഹം തൻ്റെ വാഹനത്തിലേക്ക് കയറുന്നത് വല്ലാത്ത നിരാശയിലാണ്. ഒരു വേള എന്നെ ആരും കാണരുത്, ഞാൻ ഇത്ര മോശക്കാരനാണ് എന്ന രൂപത്തിൽ ആരും കാണാതെ മെല്ലെ വാഹനത്തിൽ കയറി അദ്ദേഹം സീറ്റിലിരുന്ന് യാത്ര തുടർന്നു എന്നുള്ളതാണ്. ആ ഒരു ടെൻഷൻ, ആ ഒരു സങ്കടം യാത്ര കഴിഞ്ഞും പിന്നീടും അടുത്ത ദിവസവുമൊക്കെ ഞാൻ അത്ര മോശമായല്ലോ എന്ന ചിന്തയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവസങ്ങൾ പിന്നീട് കടന്നു പോകുന്നത്. അപ്പോൾ ഒരാൾക്ക്, ഒരു സമ്പന്നനായ ഒരാൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളൊരു അനുഗ്രഹം, ഒരു വാഹനം, നല്ലൊരു വാഹനം വാങ്ങാൻ കഴിഞ്ഞു. മറ്റ് ലോകത്തെ പല ആളുകൾക്കും, തൻ്റെ കൂടെ പഠിച്ച ആളുകൾക്കോ തൻ്റെ നാട്ടുകാർക്കോ തന്നേക്കാൾ പരിചയസമ്പത്തും അനുഭവമുള്ള ആളുകൾക്കോ ഒന്നും വാങ്ങാൻ കഴിയാത്തൊരു വിലപിടിപ്പുള്ള വാഹനം വാങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ വലിയ സൗകര്യങ്ങളുള്ള ആളുകളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തു തോന്നുകയാണ്, ഞാൻ നിസ്സാരക്കാരനാണ് എന്നൊരു തോന്നലാണ് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ടല്ലോ, നിങ്ങൾ മുകളിലേക്ക് നോക്കരുത്, താഴേക്ക് നോക്കണം. ആ കാറുകളേക്കാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ടിപ്പ് മേടിച്ച ആ ഒരു മനുഷ്യനെ അദ്ദേഹം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തിന്ന ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റും അദ്ദേഹത്തിൻ്റെ കാറിൽ കയറിയിരിക്കുമ്പോൾ ഒരു സന്തോഷവും എല്ലാം അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. മറിച്ച് അദ്ദേഹം അപ്പുറത്ത് നിർത്തിയിട്ട കാറും അതിൽ നിന്ന് ഇറങ്ങിയവരുടെ വരവും സംസാരവും നടത്തവും അതെല്ലാം ശ്രദ്ധിച്ചോടുകൂടി അദ്ദേഹത്തിന് ആകെ എന്തായി, നിരാശയായി എന്നുള്ളതാണ്. ഈ നിങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം, വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു നിഅമത്ത്, ആ നിഅമത്ത് അത് നമുക്കൊരു പോരാ, ചെറുതാണ്, കുറവാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ നിസ്സാരമായി കാണാതിരിക്കാൻ ഏറ്റവും നല്ല അതാണെന്ന്. താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ, പടച്ചോനെ എനിക്ക് നീ ഇതൊക്കെ തന്നിട്ടുണ്ടല്ലോ, ഞാൻ വലിയ സൗകര്യത്തിലാണല്ലോ. പല ആളുകളും ഈ യാത്ര ചെയ്യണത് KSRTCയിൽ തൂങ്ങിപ്പിടിച്ചാണല്ലോ, ട്രെയിനിന് ടിക്കറ്റ് കിട്ടാതെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണല്ലോ പലരും പോണത്. ഞാൻ AC ഇട്ട് കാറിലാണ്, അതും തന്നെ സാധാരണ ഒരു കാറിലല്ല, നല്ല ഷോക്ക് അബ്സോർബറുള്ള AC നല്ല സംവിധാനമുള്ള നല്ലൊരു വാഹനത്തിലാണ് ഞാൻ പോകുന്നത്, വേഗത കൂട്ടിയാൽ ഷെയ്ക്കിംഗ് വരാത്ത നല്ല വാഹനത്തിലാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കാനും അതിൽ അൽഹംദുലില്ല പറയാനും, പടച്ചോനെ ഇതിപ്പോൾ അൽഹംദുലില്ല പറയാ, പടച്ചോനെ സ്തുതിക്കുക, അതൊന്നുമല്ല അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. സ്വന്തം മനസ്സിനൊരു സമാധാനം കിട്ടൂലേ? തീർച്ചയായിട്ടും കനാത്ത് എന്ന് അല്ലേ അറബിയിൽ പറയും, ഒരു സംതൃപ്തി. നമ്മൾ ഒരു പാട്ട് നമ്മളെ പാടി എല്ലാവരും നാവിൻ തുമ്പത്തുള്ള ഉണ്ട് സഖി ഒരു കുല മുന്തിരി വാങ്ങിയിടുവാൻ എന്നല്ലേ അല്ലേ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഒരു ചരിത്രത്തിലുള്ള പാട്ടാണ്. അദ്ദേഹം ഒരു രാജാവായിട്ടും അദ്ദേഹം ഒരു ചെറിയ കുടിൽ ഒരു കുല മുന്തിരി മേടിക്കാൻ കാശില്ലാതെ ജീവിക്കുമ്പോഴും അവർക്ക് എന്തുണ്ട്, സംതൃപ്തിയുണ്ട്. അത് കണ്ടുവരുന്ന ഒരു വൃദ്ധയെക്കുറിച്ച് ആ പാട്ടിൻ്റെ വരികളിൽ പറയുന്നുണ്ട്. ഉമർ ഖലീഫ ഈ ഒരു കുടിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അസംതൃപ്തമാണെങ്കിലും അവരുടെ മനസ്സിൽ നിരാശയാണെങ്കിലും ജീവിക്കുന്നവർക്ക് എന്തില്ല, പ്രയാസങ്ങളില്ല എന്നുള്ളതാണ്. അത് എങ്ങനെ ഉണ്ടാവുന്നത്? പ്രവാചകന്റെ ഈ വചനത്തിലൂടെയാണ്. നമ്മളുള്ളതിൽ സംതൃപ്തരായി താഴെയുള്ളവരിലേക്ക് നോക്കി ജീവിച്ചാൽ നമുക്കെന്ത് ചെയ്യും, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഹംദ് ഇങ്ങനെ എന്ത് ചെയ്യും, അറിയാതെ നാവിലൂടെ അങ്ങനെ വന്നു പോകും. ഇപ്പോൾ അടുത്ത കാലത്ത് ഫലസ്തീനിലെ ഒരു പൊളിഞ്ഞ് ചാടിയ ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു പ്രായമായ ഒരു വൃദ്ധൻ പറയുന്നുണ്ട്. അതെങ്ങനെ പറയുമ്പോൾ ധാരാളം
എന്ത് വരുന്നുണ്ട്? അൽഹംദുലില്ലാ. ആ ഹംദ് ഇങ്ങനെ കേൾക്കാൻ എന്താണ് വേറെ രസമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചിന്ത നിങ്ങൾ പറഞ്ഞതുപോലെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് ഒരു ബേജാറില്ലാതെ മനസ്സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കാൻ കഴിയും. റഹ്മാനായ റബ്ബ് അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്. ഈ പണം ഉണ്ടാവുമ്പോൾ, കുറച്ചൊക്കെ സംഖ്യ കൈവശം ഉണ്ടാവുമ്പോൾ, ബാങ്കിൽ കുറച്ച് ബാലൻസ് ഉണ്ടാവുമ്പോൾ വീണ്ടും ഇത് കൂട്ടണം, ഇത് വർദ്ധിപ്പിക്കണം എന്ന ചിന്ത ഉണ്ടാവും. ആ ഒരു ചിന്ത തെറ്റാണ് എന്ന് നമ്മൾ പറയില്ല. കാരണം സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നത് നല്ല കാര്യം തന്നെയാണ്, കുഴപ്പമില്ല, അള്ളാഹു അനുവദിച്ച കാര്യമാണ്. പക്ഷെ അതിലൊരു മാത്സര്യ ബുദ്ധി ഉണ്ടാവുക, അത് മറ്റൊരാൾക്ക് തന്നെക്കാൾ കിട്ടുമ്പോൾ അതിൽ അസൂയ തോന്നുക, ഓൻക്കത് കിട്ടിയല്ലോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന നിരാശ തോന്നുക, അത് ഒരിക്കലും പാടില്ലാത്തതാണ്. മാത്രമല്ല പടച്ചോൻ ഓൻക്കൊക്കെ കൊടുത്തു, ഓൻ്റെ മാതിരി തന്നെ അധ്വാനിച്ച് എനിക്ക് പടച്ചോൻ തന്നില്ല എന്ന രൂപത്തിൽ പടച്ചവനെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം വരിക, അതെങ്ങനെ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റും? പടച്ചോൻ എത്രങ്ങാനും അനുഗ്രഹങ്ങൾ നൽകിയവനാണ് ഞാൻ എന്ന് ചിന്തിക്കണതിന് പകരം എൻ്റെ മാതിരി തന്നെയല്ലേ എൻ്റെ പെങ്ങളും, എൻ്റെ മാതിരി തന്നെയല്ലേ എൻ്റെ പിന്നെ വല്യാപ്പയും, എൻ്റെ മാതിരി തന്നെ ആയിരുന്നില്ലേ എൻ്റെ എളാപ്പയും എന്നൊക്കെ ചിന്തിച്ച് ഓൽക്കൊക്കെ എന്നെക്കാളും കൂടുതൽ കിട്ടിയില്ലേ, എൻ്റെ അനിയന് എന്നെക്കാൾ കൂടുതൽ സൗകര്യം കിട്ടിയില്ലേ, എൻ്റെ ജ്യേഷ്ഠന് എന്നെക്കാൾ കൂടുതൽ സൗകര്യം കിട്ടിയില്ലേ, എൻ്റെ കൂടെ പഠിച്ചവർക്ക് കൈലാറ സുഖം കിട്ടിയില്ലേ എന്ന് ചിന്തിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അത് ഒരു മാത്സര്യ ബുദ്ധി മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ഈ വിഷയത്തിൽ നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. മാത്രമല്ല തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് മറ്റൊരാളോട് പറയാന്നുള്ളതിൽ കുഴപ്പമുള്ള കാര്യമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ലഭിച്ച സമ്പത്തിനനുസരിച്ച് സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള ജീവിത വിഭവങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതും അള്ളാഹു വിലക്കിയിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൽകിയ നിഅമത്തിൻ്റെ അടയാളങ്ങൾ അടിമയിൽ കാണുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്, അതൊരു കുഴപ്പമില്ല. പക്ഷേ ഇതൊരു സമ്പത്തുണ്ട് എന്ന് കാണിക്കാനുള്ളൊരു തക്കാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്നുള്ളത്, ഞാൻ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇന്ന സൗകര്യങ്ങൾ ഉള്ളവനാണ്, ഞാൻ ഇന്ന വസ്ത്രം ധരിക്കുന്നവനാണ്, ഞാൻ ഇന്ന ചെരുപ്പ് ഉപയോഗിക്കുന്നവനാണ് എന്ന രൂപത്തിലുള്ള ഒരു പെരുമ നടിക്കും. ഇപ്പോൾ ഞാൻ ആ ഒരു സംഭവത്തിൽ ഞാൻ ചിന്തിച്ചത്, ഇപ്പോൾ ആ കാറിൻ്റെ വിലയും അവിടെ നിർത്തിയിട്ട മറ്റു കാറുകളുടെ വിലയും ഒരു പക്ഷേ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് പോലും അതറിയില്ല. വലിയൊരു വണ്ടിയിൽ ഒരാൾ വന്നു, അവിടെ വരുന്നവരൊക്കെ അത്യാവശ്യം പണക്കാരായ ആളുകളാണ് വരാറുള്ളത്. അപ്പോൾ ആ സ്നേഹത്തിൽ കുറച്ച് ദൂരത്തുനിന്ന് അദ്ദേഹം ഓടി വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു, അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്, അദ്ദേഹത്തിന് ആളുകൾ ടിപ്പ് കൊടുക്കും, അതും സന്തോഷമാണ്. ഈ നിർത്തിയിട്ട കാറുകളുടെ വില അറിയുന്ന ആൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കായിരിക്കും, അയാൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഇറങ്ങി പുറത്തിറങ്ങുമ്പോഴേക്കും ഇദ്ദേഹത്തിന് മറ്റാരും കണ്ടിട്ടില്ലെങ്കിലും ഒരു കുറ്റബോധത്തോടു കൂടി ഞാൻ എന്തോ ചെറിയവനായിപ്പോയി എന്ന തോന്നൽ വരാൻ അതിൻ്റെ യാതൊരു ആവശ്യം അവിടെ ഇല്ല. ഈ കൂടിയിരിക്കുന്ന ജനങ്ങളിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഏത് കാറാണ് മികച്ചത്, ഏത് കാറാണ് വില കൂടിയത്, വില കൂടിയ കാറുകളിൽ ഏത് കമ്പനിയുടേതാണ്. ഒരു കമ്പനിയുടെ തന്നെ പല വിലയുള്ള കാറുണ്ടാവും, 20 ലക്ഷത്തിനും ഉള്ള കാറും 50 ലക്ഷത്തിനും 80 ലക്ഷത്തിനുള്ള കാറൊക്കെ കണ്ടാൽ ഏകദേശം അതിൻ്റെ മുൻഭാഗം കണ്ടാൽ ഒരേപോലെ ആയിരിക്കും, അല്ലെങ്കിൽ പിൻഭാഗം കണ്ടാൽ ഒരേപോലെ ആയിരിക്കും. അത് വ്യത്യാസം അറിയാൻ ആർക്കേ ഉള്ളൂ, അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് ഇത് മറ്റൊരു മുമ്പിൽ ഞാൻ ചെറുതായി പോയി എന്ന് ചിന്തിക്കുക എന്നുള്ളത് ഒരു തെറ്റായ ഒരു ചിന്തയാണ്. ഇതിലിപ്പോൾ നമ്മൾ ഈ പണക്കാരായ ആളുകൾക്ക് മാത്രം ഉണ്ടാവുന്ന എന്തോ ഒരു വലിയ പ്രശ്നമാണ്, ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു സംഗതിയല്ല എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മളൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ ചിലപ്പോൾ നമ്മൾ ബാധിക്കില്ല, വലിയ വില കൂടിയ കാറല്ല എൻ്റേത് എന്നുള്ളതിൽ ബാധിക്കില്ല. അയൽവാസിയായ ഒരാൾ വീടിൻ്റെ മുകളിലേക്ക് എടുത്തു, അവൻ്റെ വീട് പെയിൻറ്റ് ചെയ്തു, അവന് നല്ല മതിൽ കെട്ടി, നമ്മുടെ അനിയന് അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠന് എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായ സൗകര്യങ്ങൾ പ്രത്യേകമായി ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ മനസ്സിൽ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അഥവാ ഞാൻ തൃപ്തിപ്പെടുന്നത് മറ്റുള്ളവരെക്കാൾ എനിക്കെന്തോ ലഭിക്കുമ്പോഴാണെങ്കിൽ അപ്പുറത്ത് എന്നേക്കാൾ കൂടുതൽ അവന് ലഭിക്കുമ്പോൾ ആ സംതൃപ്തി അവിടെ കഴിഞ്ഞു. എൻ്റെ സംതൃപ്തി എന്താണ്, എനിക്കെന്തൊക്കെ ഉണ്ട് മറ്റുള്ളവരെക്കാൾ എന്ന് തോന്നുമ്പോഴാണ് എൻ്റെ സംതൃപ്തി എങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് അത് കാണുമ്പോൾ എൻ്റെത് എന്ത് ചെയ്തു, കഴിഞ്ഞു. പക്ഷേ ഉള്ളതിൽ ഞാൻ തൃപ്തിപ്പെടുകയാണെങ്കിൽ ഒരു കാലത്തും എന്ത് ചെയ്യൂല, അത് കൂടുമ്പോഴും കുറയുമ്പോഴും ഞാൻ ഉള്ളതിൽ തൃപ്തിപ്പെടുകയാണെങ്കിൽ അതിൽ തീരൂല, സംതൃപ്തമായ ജീവിതം നയിക്കാം. ഈ അൽ ഖനാഅത്തു എന്ന് ഒരു വാക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഉള്ളതിൽ തൃപ്തിപ്പെടാം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൊരു വചനം, അത് അദ്ദേഹം തഖ്വ എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഒരു വാചകം, അൽ ഖനാഅത്തു ബിൽ ഖലീൽ, കുറച്ചാണെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക എന്നുള്ളത്.
അത് കുറേ സമ്പത്തുള്ള ആളുകൾക്കും തീരെ സമ്പത്തില്ലാത്ത ആളുകൾക്കും ഒക്കെ വേണ്ടതാണ്. ഇപ്പോൾ അൽ ഖിന നഫ്സ് എന്നാണ് പറഞ്ഞത്. ഖിന എന്ന് പറഞ്ഞാൽ അത് മാൽ സമ്പത്ത് കുറേ ഉണ്ടാവുക എന്നുള്ളതോ കസ്റത്തുൽ അറത്ത് കുറേ സൗകര്യങ്ങൾ ഉണ്ടാവുക അതൊന്നല്ല ഖിന. സമ്പത്ത് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് ഖിന നഫ്സ്, മനസ്സിന് സമ്പന്നത തോന്നുക എന്നുള്ളതാണ്. ഞാൻ പടച്ചവൻ എന്നെ അനുഗ്രഹിച്ചവനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സൗകര്യങ്ങൾ തന്നിട്ടുണ്ട് എന്ന ഒരു മനസ്സിൻ്റെ ഖിന അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിലെ കുറേ സൗകര്യക്കുറവുകളോ മറ്റുള്ളവർക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയില്ല എന്നുള്ള തോന്നലോ അവരെക്കാളും ഞാൻ ചെറുതായവനാണെന്നുള്ള തോന്നലോ ഒന്നുമില്ല. അപ്പം തഖ്വ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടയാളമായി നമ്മളിൽ വന്നു ചേരുന്ന ഒരു കാര്യമാണ് അൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയാൻ സാധിക്കുക എന്നുള്ളത്. അതിൽ ഒരു ചെറിയൊരു ആഡും കൂടി ചെയ്യാനുള്ളത്, വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമ്പത്ത് കണ്ടെത്തിയിരുന്നതെങ്കിൽ ഇന്ന് കുറച്ചും കൂടി അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. അഥവാ അവനിട്ട പോസ്റ്റിന് കിട്ടിയ ലൈക്ക്, അങ്ങനെ ജീവിതം പോയിട്ടുണ്ട്. ഇപ്പോൾ വിവാഹത്തിൻ്റെ ഓരോ മൂമെൻറ്റുകളും, അഥവാ അവരുടെ സേവ് ദ ഡേറ്റ്, അവരുടെ വീട്ടിൽ നടത്തിയ ആ പ്രോഗ്രാം, അഥവാ ഒരു ചെറിയ മാറ്റം അതിൽ വന്നിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എന്നൊരു തോന്നലല്ലേ. ഇപ്പോൾ ഫിസിക്കലായി അവൈലബിൾ ആയ നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങളിൽ മാത്രമല്ല ഓൺലൈനിലുള്ള അവൻ്റെ റീച്ചും അവൻ്റെ ആളുകൾക്കിടയിലെ പ്രശസ്തിയും ആളുകൾ അവനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളങ്ങളൊക്കെ മറ്റുള്ളവരെ അസ്വസ്ഥമാക്കുന്ന വലിയൊരു അവസ്ഥ എത്തിയിട്ടുണ്ട്. തീർച്ചയാണ്.